പാഠം 289. എല്ലാവരും തോൽക്കുന്ന കളി. ദൈവങ്ങളെ, സർവേശ്വരും സർവാനുകൾ സർപ്രവൃത്തികളെ കൊണ്ടാണ് ഈശ്വര കാത്തോളണേ. ഈശ്വര, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ റിസൾട്ട് ഇന്ന് വരികയാണ്. എന്റെ കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. എങ്ങനെയെങ്കിലും പ്രമോഷൻ കിട്ടിയ ഒരു തഹസിൽദാരായി ജില്ലാ കളക്ടറായി റിട്ടയർഡ് ആകണമെന്നുള്ളത് എന്റെ വലിയൊരു മോഹ. നിങ്ങളൊക്കെ വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. ഇന്ന് പ്രാർത്ഥന ദിവസം കൂടുതലാണല്ലോ. എന്താ സംഭവം? ഇപ്പോഴത്തെ അവസ്ഥയിൽ റാങ്കിൽ 1-മോ 2-മോ വന്നിട്ടേ പ്രയോജനമുള്ളൂ. അത് നിങ്ങൾ മറക്കരുത്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ റിസൾട്ടാണ് പ്രശ്നം. നടക്കട്ടെ. ഈശ്വരന്മാരെ രക്ഷിക്കണേ. എന്തായിരുന്നു അന്തം വിട്ടൊരു പ്രാർത്ഥന? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ റിസൾട്ട് ഇന്ന് വരികയാണല്ലേ? അതെ. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ദിവസമായിരിക്കും. ഈ ടെസ്റ്റിൽ ഞാൻ ആദ്യത്തെ 5 റാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ വന്നാൽ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. അപ്പൊ അതിനായിരുന്നു പ്രാർത്ഥന? അതെ. ഈശ്വരൻ വിചാരിച്ചാലേ ജയിക്കും. ഈശ്വരനാണ് പരീക്ഷ പേപ്പർ നോക്കണത്. ഭാമേ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ പേരിലുള്ള തമാശകൾ വേണ്ട. ഞാൻ തമാശ പറഞ്ഞതല്ല മോഹനേട്ടാ. ഈ പരീക്ഷ ജയിക്കാനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊച്ചുകുട്ടികളാ. മോഹനേട്ടനൊക്കെ അങ്ങനെ തുടങ്ങുന്നത് കഷ്ടല്ലേ? അതായത് പ്രാർത്ഥിക്കാതെ പരീക്ഷ അങ്ങ് ജയിക്കുമെന്നാണോ നീ കരുതുന്നത്? പ്രാർത്ഥന വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ മോഹനേട്ടൻ പ്രാർത്ഥിച്ചത് വിവരക്കേടാണ്. പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന്റെ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം? ഉത്തരക്കടലാസ് നോക്കി മാർക്കിട്ടിട്ട് ദിവസം കുറച്ചായി കാണില്ലേ? ഇനി അന്നിട്ട മാർക്ക് മാറ്റിയിടണമെങ്കിൽ ദൈവം പരീക്ഷ പേപ്പർ ഇരിക്കുന്നിടത്ത് ഒളിച്ചു കയറേണ്ടി വരും. പരീക്ഷയുടെ പേപ്പർ വാല്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥിക്കണമായിരുന്നു. ഇതിപ്പോ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞില്ലേ? റിസൾട്ട് വെടിപ്പായി അച്ചടിച്ച് ഇന്നലെ താലൂക്ക് ഓഫീസിലെത്തി കാണും. ഇനി എന്താണ് പ്രാർത്ഥിച്ചിട്ട് കാര്യം? അപ്പൊ നീ പറഞ്ഞു വരുന്നത് ദൈവത്തിന് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു പങ്കുമില്ല, ഒക്കെ മനുഷ്യന്റെ മിടുക്കാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിന് ആളുകളൊക്കെ മണ്ടന്മാരായിരിക്കുമല്ലോ. ഇതൊന്നുമല്ല മോഹനേട്ടാ ഞാൻ പറഞ്ഞത്. ഒരു കുട്ടി SLC പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം രാവിലെ മുതലേ പ്രാർത്ഥിക്കുകയാണെന്ന് കരുതുക. എന്തായിരിക്കും ആ കുട്ടി പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, എനിക്ക് നല്ല മാർക്ക് കിട്ടണേ എന്ന്. അത് അന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം? റിസൾട്ട് നേരത്തെ റെഡിയായി കാണില്ലേ? അന്ന് അതിന്റെ പ്രഖ്യാപനം മാത്രമല്ലേ ഉള്ളൂ. സമ്മതിച്ചു. പക്ഷേ പരീക്ഷയുടെ ദിവസം പ്രാർത്ഥിക്കാമല്ലോ. എന്ത് പ്രാർത്ഥിക്കാൻ? ചോദ്യങ്ങൾ എളുപ്പമായിരിക്കണമേ എന്ന്. അതും പ്രശ്നമാണല്ലോ. ചോദ്യ പേപ്പർ പരീക്ഷയ്ക്ക് വളരെ മുന്നേ അച്ചടിച്ചതല്ലേ? പരീക്ഷയുടെ ദിവസം പ്രാർത്ഥിച്ചാൽ ചോദ്യം മാറി വരില്ലല്ലോ. പരീക്ഷ ജയിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ മോഹനേട്ടൻ, പഠിക്കുക. മോഹനേട്ടൻ പരീക്ഷയ്ക്ക് പോയത് നല്ല ഒന്നാന്തരമായി പഠിച്ചിട്ടാണ്. പിന്നെ ആരെ പേടിക്കണം? മാർക്ക് കിട്ടിയാൽ മാത്രം പോരാ ഭാമേ. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാലേ പ്രൊമോഷൻ കിട്ടും. മോഹനേട്ടന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് മോഹനേട്ടനെക്കാട്ടിലും മാർക്ക് കുറച്ച് കിട്ടുക എന്നതാണ്. അപ്പൊ മോഹനേട്ടൻ പ്രാർത്ഥിച്ചത് എന്താണ്? ദൈവമേ, മറ്റുള്ളവർക്കൊക്കെ എന്നെക്കാട്ടിലും മാർക്ക് കുറച്ച് കിട്ടണേ എന്ന്. മോഹനേട്ടൻ പ്രാർത്ഥിക്കുന്ന പോലെ പരീക്ഷ എഴുതിയ പലരും പ്രാർത്ഥിക്കുന്നുണ്ടാവില്ലേ? ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കും? സത്യത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ശല്യപ്പെടുത്തുകയാണ്. സ്ഥിരമായി ശല്യപ്പെടുത്തുന്നവരോട് നമ്മൾ മനുഷ്യർ ചെയ്യുന്നത് തന്നെ ദൈവവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവോ?
നമസ്കാരമുണ്ട് വക്കീലേ. ഒരു ഗംഭീര വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ വക്കീൽ ചെലവ് ചെയ്യണം. എന്താ ഉത്തമ കാര്യം? ആ കാര്യമൊക്കെ പറയാം, പക്ഷെ അതിനു മുമ്പ് എന്താ ചെലവെന്ന് പറയണം. അതിപ്പോ കാര്യം എന്താണെന്ന് കേട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഉത്തമ കാര്യം പറ. വക്കീലിന്റെ വലിയൊരു ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. ഏതാഗ്രഹം? ഉത്തമൻ എന്താ രാവിലെ? നമസ്കാരമുണ്ട് സാറേ. ഏതെങ്കിലും പോക്കറ്റെടുക്കാരെ ജാമ്യത്തിൽ ഇറക്കാനാവും. അതിന് ഈ വക്കീൽ മിടിക്കുക. അങ്ങനെ പറയില്ല സാറേ. പറഞ്ഞു വരുമ്പോ വക്കീലൊരു സംഭവല്ലേ? അതെ, വന്ന് വന്ന് അവൾ ദൈവമാണ് എന്നാണ് അവളുടെ ധാരണ. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന്. ഉത്തമൻ പ്രാർത്ഥിക്കാറില്ലേ? അല്ല, അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു കളയും. കൊള്ളാം, കൊള്ളാം, നല്ല സിദ്ധാന്തം. ഉത്തമന് സമയമുണ്ടെങ്കിൽ ഉത്തമന് പ്രാർത്ഥിക്കും. അല്ലാതെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ വയ്യ. ഓ എന്റെ സാറേ, ഈ പ്രാർത്ഥനയിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നന്നായി നടത്തണം എന്നല്ലേ? അതെ. സാറിന്റെ ആഗ്രഹമോ? സാറിന്റെ വില്ലേജിലെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണം എന്ത്? അതുകൊണ്ട് സാറ് നിയമമനുസരിച്ചേ പ്രവർത്തിക്കൂ. അഴിമതിയില്ല, പക്ഷപാതവും ഇല്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ. അപ്പൊ പിന്നെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം സാറിന്റെ കൂടെ അല്ലേ നിൽക്കൂ, പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും. എന്തായാലും ദൈവത്തിന് നേരിട്ട് വന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും കരം തീർത്ത രസീത് കൊടുക്കാനും ഒന്നും പറ്റൂലല്ലോ. അതിനൊരു വില്ലേജ് ഓഫീസർ തന്നെ വേണം. അപ്പോ സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടെങ്കിൽ അയാളെ സഹായിക്കുന്നതല്ലേ ദൈവത്തിന്റെ ഉത്തരവാദിത്തം. ഇപ്പൊ സാറിന് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൈക്കൂലിക്കാരനായ ഒരു വില്ലേജ് ഓഫീസറെ ദൈവം സഹായിച്ചാൽ ലോകം നന്നായി കാണണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം എങ്ങനെ നടക്കും? കാണുന്നത് പോലെ ഒന്നുമല്ല, വലിയ തത്വങ്ങളൊക്കെ അറിയാം. ഈ തത്വങ്ങള് ഉത്തമന് മാത്രമല്ല സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രാർത്ഥനയെക്കാട്ടിലും നല്ലത് പ്രവൃത്തിയാണ് എന്ന് പറയുന്നത്. എന്റെ വക്കീലെ, സാറ് ചോദിച്ചതിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ഇനി ഞാൻ വന്ന കാര്യം പറയാം. നമ്മുടെ സോളമൻ സാറിന്റെ ബിസിനസ് ഗ്രൂപ്പിനെ പറ്റി വക്കീലിന് അറിയാലോ? അവൾക്കറിയാൻ പറ്റുന്ന വരില്ല, പക്ഷെ എനിക്കറിയാം. നാട്ടിലും ഗൾഫിലുമായി ഒരുപാട് ബിസിനസ് ഉള്ള ആളല്ലേ സോളമൻ സാർ. കഴിഞ്ഞ മാസം ഞാൻ പുള്ളിക്കാരൻ ഒരു വസ്തു പോക്കുവരവ് ചെയ്ത് കൊടുത്തു. എല്ലാ പേപ്പറുകളും കറക്റ്റ് ആയിരുന്നു. നല്ല മനുഷ്യൻ. പിന്നെ അയാളുടെ കമ്പനിയുടെ ഒരു കേസുണ്ട് സബ് കോടതിയിൽ. അത് വാദിക്കാൻ സത്യഭാമ വക്കീലിനെ കിട്ടുമോ എന്നോട് ചോദിച്ചു. സോളമൻ സാറിന്റെ കേസ് വാദിക്കാൻ ഈ വക്കീൽ? നാട്ടിലെ കൊള്ളാവുന്ന വക്കീലന്മാരെല്ലാം കാശിക്ക് പോയോ? അയ്യോ, ഈ പറഞ്ഞത് നേരാണെന്ന്. സോളമൻ സാറിന്റെ സെക്രട്ടറി വിനയേന്ദ്രൻ കോൺട്രാക്ടറെ വിളിച്ചിട്ട് സത്യഭാമ വക്കീലിന്റെ കാര്യം എന്റെ അടുത്ത് അന്വേഷിച്ചു. ഈ വിനയേന്ദ്രൻ കോൺട്രാക്ടറാണ് എന്റെ അടുത്ത് പറഞ്ഞത് 22-ാം തീയതി സോളമൻ സാർ ഇവിടെ വരും, അന്ന് ഒരു ദിവസത്തേക്ക് സാർ ഇവിടെ ഉണ്ട്, അന്ന് വക്കീലിനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. 22-ാം തീയതി കുഴപ്പമില്ല, കാണാം. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചെലവ് ചെയ്യണമെന്ന്. എങ്ങനെയുണ്ട്? ഇത്രയും വലിയൊരു കേസ് മുമ്പ് വക്കീൽ വാദിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ട് ചെലവ് ചെയ്യും ഉത്തമ. അപ്പൊ ഞാൻ വരട്ടെ വക്കീലേ. ഓക്കെ സാറേ 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 വന്നേ. വക്കീല് വലിയ ആളായിക്കൊണ്ടിരിക്കുക. അവസാനം സത്യഭാമ വക്കീലിന്റെ ഭർത്താവ് മോഹനകൃഷ്ണൻ എന്നറിയപ്പെടേണ്ടി വരുമോ എന്തോ. ശരി സാറേ. കഷ്ടം, ഇത്ര വിവരമില്ലാതെ പോലെ ഇയാൾക്ക്. ഞാൻ നിന്റെ ഭർത്താവ് അറിയപ്പെടുന്നു. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് റിസൾട്ട് വന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഞാനൊരു തഹസിൽദാരായി, കളക്ടറായി, റവന്യൂ സെക്രട്ടറിയായി, ചീഫ് സെക്രട്ടറിയായി, തേങ്ങാപ്പിണ്ണാക്കായി. എന്റെ മോഹനട്ടാ, സ്വപ്നങ്ങൾ കാണാം, അതിനൊക്കെ ഒരു പരിധിയില്ലേ? ആ ഫോൺ എടുത്തിട്ട് ഞാനൊരു സമാനം പറയാം. ഹലോ, അതെ. ആ സഹദേവാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈയിടെ ഒരു വിളിയൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? സത്യമാണ് സഹദേവാ? ശരി, വിളിച്ചതിൽ സന്തോഷം. ശരി.
ഇതെന്താ മഹാഭാരതം ബാലയോ? അതെടി, ഇതൊരു ബാല തന്നെയാണ്. നീ എന്താ പറഞ്ഞത്? എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, ഞാൻ ദൈവത്തെ ശല്യപ്പെടുത്തുകയാണ് എന്ന്. ഇപ്പോഴെന്തായി? ഇപ്പൊ എന്താവാൻ? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ കെ മോഹനകൃഷ്ണന് 1ാം റാങ്ക്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? താലൂക്ക് ഓഫീസിലെ സഹദേവനാണ് വിളിച്ചത്. തഹസിൽദാർ ഇന്നലെ വിവരം അറിഞ്ഞിരുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ പ്രാർത്ഥനയുടെ ഗുണം? തഹസിൽദാര് ഇന്നലെ വിവരം പറഞ്ഞു എന്നല്ലേ മോഹനേട്ടൻ പറഞ്ഞത്? അതെ. അപ്പൊ പിന്നെ ഇന്ന് രാവിലെ മോഹനേട്ടൻ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ലേ? എന്തായാലും കൺഗ്രാചുലേഷൻസ്. സോറി, അഭിനന്ദനങ്ങൾ. നന്ദി. എന്റെ വില്ലേജ് ഓഫീസർ ഒരു പുലി തന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുക. ശിശുപാല, ഞാനാണ്. അറിഞ്ഞോ? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ 1ാം റാങ്ക് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ. അതെ, പിന്നെ ചെലവിയായിരിക്കോ? ശിശുപാലിനും സ്വയം പ്രഭയ്ക്കും കാഞ്ചനയ്ക്കും ഓരോ ലഡ്ഡു ഞാൻ വാങ്ങിത്തരും. അടിച്ചു പൊളിച്ചോ? അതെ. ഓ, ആ കാര്യം മറന്നുപോയി. ശരി ശരി, വരുന്ന ഞായറാഴ്ച അല്ലേ? ശരി ശരി. ആഹാ, ഭാമേ, അടുത്ത ഞായറാഴ്ച നമ്മൾ ഗുരുവായൂരിലേക്ക് പോകും. ഗുരുവായൂർക്കോ? അതെ. എന്തിന്? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ ആദ്യത്തെ 5 റാങ്കുകളിൽ ഒന്നിൽ വന്നാൽ നിന്നെയും കൂട്ടി ഞാൻ ഗുരുവായൂരിലേക്ക് ചെല്ലാമെന്ന് ഒരു നേർച്ച നേർന്നിരുന്നു. ഇപ്പൊ ശിശുപാല പറയാ അടുത്ത ഞായറാഴ്ച അതിന് നല്ല ദിവസമാണ്. അടുത്ത ഞായറാഴ്ച ഏതാ തീയതി? ഞായറാഴ്ച 22ാം തീയതി. അയ്യോ, എന്നാരെങ്കിലും മരിക്കോ? 22ാം തീയതി അല്ലേ സോളമൻ സാർ വരുന്നത്? അന്ന് കാണാന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ? നമുക്ക് അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച പോവാം. ഒരു നേർച്ച നേർന്നിട്ട് നമുക്ക് സൗകര്യമുള്ള നേരത്തെ പോയാൽ മതിയോ? അതെങ്ങനെ നേർച്ചയാവും ഭാമേ? പക്ഷെ സോളമൻ സാറിന് ആകെ ഒരു ദിവസമല്ലേ ഉള്ളൂ. മൊത്തം പറഞ്ഞത് മോഹനേട്ടൻ കേട്ടതല്ലേ? അല്ല പിന്നെ അതുകൊണ്ട് ഭാമേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ജയിക്കുക എന്നുള്ളത്. അത് സാധിക്കാനായി ഞാനൊരു നേർച്ച നേർന്നതിനേക്കാൾ വലുതാണോ നിന്റെ ഒരു കേസ്? ഒരു കേസ് പോയാൽ വേറൊരു കേസ് വരും. പക്ഷേ ഗുരുവായൂരപ്പനെ ധിക്കരിച്ചാൽ നിനക്ക് ഈ ജന്മത്ത് ഒരൊറ്റ കേസ് കിട്ടാതെ വരും. ഞാൻ ധിക്കരിച്ചിട്ടില്ലല്ലോ മോഹനേട്ടാ. മോഹനേട്ടന്റെ ആവശ്യത്തിനായി എന്നോട് ചോദിക്കാതെ ഒരു നേർച്ച നേർന്നു. അതെവിടുത്തെ ന്യായമാണ്? തഹസിൽദാരാവേണ്ടത് മോഹനേട്ടനല്ലേ? അപ്പോ മോഹനേട്ടൻ ഗുരുവായൂർ പോകാൻ നേർന്നാ മതിയായിരുന്നല്ലോ. എന്തിനാ എന്നെ വെറുതെ ഇതിലേക്ക് വലിച്ചടിച്ചേ? നീ എന്റെ ഭാര്യ ആയതുകൊണ്ട്. ഭർത്താവിന് ഒരു കാര്യം വരുമ്പോൾ ഭാര്യ കൂടെ വേണം. എങ്കിൽ ഇന്നു മുതൽ രാവിലെ മോഹനേട്ടൻ ആഫീസിൽ പോകുമ്പോ ഞാനും കൂടെ വരട്ടെ. അവിടെ വന്നിരുന്ന് കരം തീർത്ത രസീതും വരുമാന സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്ത് ഞാൻ കൂടെ സഹായിക്കാം. അതെന്റെ ജോലി സ്ഥലമാണ്, അവിടെ ഭാര്യ വരേണ്ട കാര്യമേ ഇല്ല. പക്ഷേ ഈ നേർച്ച മോഹനേട്ടന്റെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഭാര്യ വരേണ്ട കാര്യമേ ഇല്ല. പക്ഷെ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. വരാം, പക്ഷേ ഈ പറഞ്ഞ തീയതിക്ക് പറ്റില്ല മോഹനേട്ടാ. മോഹനേട്ടൻ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ പേരിൽ മോഹനേട്ടൻ ഗുരുവായൂർക്ക് പോകുമ്പോൾ ആ കൂടെ വന്ന് ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് അടുത്ത ഞായറാഴ്ച സോളമൻ സാറിനെ കണ്ടേ പറ്റൂ. ആഹാ, നീ വലിയ വക്കീലായിരിക്കും. നിന്നെ കാണാൻ വരുന്ന കക്ഷികളോടും എതിർഭാഗം വക്കീലുമാരോടും നിനക്ക് ധിക്കാരം കാണിക്കാം. വീട്ടിൽ എന്നെ പോലെ മാന്യനും സാധുവുമായൊരു ഭർത്താവായതുകൊണ്ട് ഇവിടെയും നിനക്ക് ധിക്കാരം കാണിക്കാം. പക്ഷേ ദൈവത്തോട് ധിക്കാരം കാണിച്ചാൽ നീ വിവരം അറിയും. ഞാനിപ്പോ എന്ത് ചെയ്തെന്നാണ് ഈ മോഹനേട്ടൻ പറയണത്? എന്നോട് ആലോചിക്കാതെ മോഹനേട്ടൻ നേർച്ച നേർന്നല്ലേ കുഴപ്പമായത്? ഏതെങ്കിലും ഒരു പ്രവൃത്തി ദിവസം ഗുരുവായൂർ പോകണമെന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നെങ്കിൽ മോഹനേട്ടൻ എന്ത് പറയുമായിരുന്നു? പക്ഷെ നേർച്ച നേർന്നു പോയല്ലോ. നേർച്ചയുടെ ഫലമായി എനിക്ക് 1ാം റാങ്കും കിട്ടി.
ഇനിയിപ്പോ അടുത്ത ഞായറാഴ്ച പോയേ പറ്റൂ. അടുത്ത ഞായറാഴ്ച തന്നെ ചെല്ലാമെന്ന് നേർച്ച പറഞ്ഞിരുന്നോ? നേർച്ചയ്ക്ക് ഫലമുണ്ടായാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ നടത്തണം. ശരി, നാളെ പോവാ. നാളെ ആകുമ്പോ എനിക്ക് കേസില്ല. പക്ഷേ നാളെ എനിക്ക് ഓഫീസ് ഉണ്ടല്ലോ. ഞായറാഴ്ച എനിക്ക് അവധിയുള്ളൂ. അതായത് മോഹനേട്ടന് ഒരു കാര്യവും മാറ്റിവെക്കാൻ പറ്റില്ല. എല്ലാം കൃത്യസമയത്ത് തന്നെ നടക്കണം. മോഹനേട്ടന് അവധിയുള്ള ഞായറാഴ്ച ഗുരുവായൂർ പോകണം. അതിന്റെ പേരിൽ എന്റെ കേസ് പോയാലും ഒരു കുഴപ്പമില്ല. ഈ പരിപാടി നടക്കില്ല. എനിക്ക് മനസ്സിലായി. എന്ത്? ഞാൻ നേർച്ച നേർന്ന പോലെ നിന്നെയും കൊണ്ട് ഗുരുവായൂർ ചെന്നില്ല എങ്കിൽ എന്റെ പ്രൊമോഷൻ നടക്കില്ലല്ലോ. ആ പ്രൊമോഷൻ എങ്ങനെയും ഇല്ലാതാക്കി എന്നും എന്നെ ഇങ്ങനെ വില്ലേജ് ഓഫീസറായിട്ട് കാണണം. അതാണ് എന്റെ ആഗ്രഹം. മോഹനേട്ടൻ പറയുന്നത് കേട്ടാൽ കേരളത്തെ റവന്യൂ മന്ത്രി ഗുരുവായൂരപ്പനാണെന്ന് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളിൽ വാശി പിടിക്കുന്ന ആളൊന്നും അല്ല ഈ ഗുരുവായൂരപ്പൻ. മോഹനേട്ടൻ ഇപ്പോൾ ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചാലോ? എനിക്കൊരു വലിയ കേസ് വന്നപ്പോൾ അത് വാദിച്ച് ഞാൻ മിടുക്കിയായാലോ എന്ന് പേടിച്ച് സോളമൻ സാർ വരുന്ന ദിവസം തന്നെ മോഹനേട്ടൻ ഗുരുവായൂർ യാത്ര പ്ലാൻ ചെയ്തതല്ലേ? മോഹനേട്ടാ, ഞാൻ പ്രാർത്ഥനയെക്കാളും കൂടുതൽ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോ എന്റെ ജോലി എനിക്ക് കിട്ടിയ കേസ് വാദിച്ചു ജയിക്കുക എന്നതാണ്. അതുകൊണ്ട് ആ കേസ് വേണ്ടെന്ന് വെച്ച് ഒരു ഗുരുവായൂർക്ക് ഞാനില്ല. ഹലോ വക്കീലെ, ഞാനാണേ ഉത്തമായി. എന്താ ഉത്തമ? അത് പിന്നെ സോളമൻ സാറിന്റെ സബ് കോടതിയിലെ കേസ് ഒത്തുതീർപ്പായെന്ന് ഇപ്പോഴാ വിളിച്ചു പറഞ്ഞത്. സാരമല്ല, അടുത്ത കേസ് വരുമ്പോ വക്കീലിനെ അറിയിക്കാന്നും പറഞ്ഞു. വക്കീലിനെ സോളമൻ സാർ നേരിട്ട് വിളിക്കുമായിരിക്കും. ശരി. ഓ, നല്ലൊരു ചെലവ് പ്രതീക്ഷിച്ചത് വെറുതെ ആയല്ലോ വക്കീലെ. അത് സാരമില്ല. ശരി ഉത്തമ. ശരി ശരി. സോളമൻ സാറിന്റെ കേസ് ഒത്തുതീർപ്പായെന്ന്. സത്യോ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഗുരുവായൂരപ്പന്റെ ശക്തി? നീ ധിക്കാരം പറഞ്ഞു തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാ വേണ്ട ഭാമേ, വേണ്ട 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 എന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? പ്രാർത്ഥനയേക്കാൾ പ്രവൃത്തിയാണ് വലിയ കാര്യമെന്ന്. ഇപ്പോഴെന്തായി? പ്രവൃത്തിയില്ലല്ലോ. പ്രവൃത്തി മാഞ്ഞു പോയി. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക ഭാമേ. ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. ദൈവം വിചാരിക്കുന്നതേ ഈ ലോകത്ത് നടക്കും. അടുത്ത കേസ് വരുമ്പോൾ വിളിക്കാമെന്ന് സോളമൻ സാർ പറഞ്ഞെന്ന്. അങ്ങനെയല്ലേ അയാൾ പറയൂ. അത് നിന്നെ ചുമ്മാ സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാ. ഇനി അങ്ങനെ ഒരു കേസ് വരാനും പോകുന്നില്ല, വന്നാൽ തന്നെ നിന്നെ ദയിപ്പിക്കാനും പോകുന്നില്ല. കാരണം നീ വെല്ലുവിളിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പനെയാണ്. അപ്പൊ ആ കേസ് വെള്ളത്തിൽ വരച്ചണക്കായി. ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ഗുരുവായൂർ പോകുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഉണ്ടോ? ഹലോ, അതെ, ഉണ്ട്, കൊടുക്ക. മോഹനേട്ട തഹസിൽദാര് അഭിനന്ദിക്കാൻ വിളിക്കുന്നതാണ്. ഫോൺ സംസാരിക്കേ. ഗുരുവായൂരപ്പ. ഹലോ, അതെ സാർ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സഹദേവൻ രാവിലെ വിളിച്ചു പറഞ്ഞു. അതെന്താ ഹൈക്കോടതിയോ? എന്നിട്ട് സാർ ശരി. എന്തു പറ്റി? റാങ്ക് ലിസ്റ്റിനെ പറ്റി പരാതിയുമായിട്ട് ആരോ ഹൈക്കോടതിയിൽ പോയിരുന്നെന്ന്. അതൊരു തീരുമാനമാവുന്നവരെ റിസൾട്ട് സർക്കാർ മരവിപ്പിച്ചു വന്നു. ആ കോടതി പോയി ദുഷ്ടൻ ആരായിരിക്കും? എന്റെ അധ്വാനം വെറുതെ ആയി. നേരത്തെ മോഹനേട്ടൻ ചെയ്തതുപോലെയാണെങ്കിൽ ഞാനിപ്പോ അത് ചിരിക്കായിരുന്നു വേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യില്ല. അത് എന്റെ മര്യാദ. പക്ഷെ കോടതി വരുന്നവരല്ലോ. അത് കഴിയുമ്പോൾ ലിസ്റ്റ് പുറത്തു വരുന്ന സാറ് പറഞ്ഞത് തഹസിൽദാര്. അതൊക്കെ മോഹനേട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ.
ആ ലിസ്റ്റ് മിക്കവാറും റദ്ദാക്കാനായിരിക്കും ഹൈക്കോടതി വിധി. അങ്ങനെ വീണ്ടും പരീക്ഷ നടക്കും. അപ്പൊ ഇനി മോഹനേട്ടന് റാങ്ക് കിട്ടുമോ എന്തോ. ആ ഇനിയിപ്പോ ഞായറാഴ്ച ഗുരുവായൂർ പോകേണ്ട കാര്യമുണ്ടോ? നേർച്ചയുടെ ഉദ്ദേശം നടന്നില്ലല്ലോ. പക്ഷെ മാമേ, ലിസ്റ്റ് റദ്ദാക്കിയൊന്നുമില്ല. എന്റെ പ്രാർത്ഥന അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ലിസ്റ്റ് തന്നെ ആയിരിക്കും ഫൈനൽ ലിസ്റ്റ്. സോളമൻ സാറിന്റെ അടുത്ത കേസ് എന്നെ ഏൽപ്പിക്കുമായിരിക്കും. എന്റെ അധ്വാനം അത്രയ്ക്കുണ്ട്. നീ അത്രയ്ക്ക് അങ്ങോട്ട് അധ്വാനിച്ചായിരുന്ന? ഞാൻ കണ്ടില്ല. ആദ്യമായിട്ടോ നമ്മൾ രണ്ടുപേരും തോക്കുന്നല്ലേ? തോറ്റെന്ന് പറയാൻ പറ്റുമോ? പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപിടിയല്ലേ? സങ്കടപ്പെടണ്ട.